വിജയരാഘവൻ അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. നാളെയാണ് പുരസ്കാരം വാങ്ങുന്നത്. മലയാളികൾക്കേറെ അഭിമാനകരമാകുന്ന ഒരു നിമിഷം കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ 24നോടൊപ്പം ചേരുകയാണ്. ദേശീയ പുരസ്കാര നിറവിൽ തന്നെയാണ് അങ്ങും മലയാളവും കേരളവും ഒക്കെ. നമുക്കേറെ അഭിമാനകരമാകുന്ന നിമിഷമാണ്. എന്ത് തോന്നുന്നു? സന്തോഷം. പിന്നെ നമ്മൾ ഇത്രയും ഒരു 19 വർഷത്തെ അഭിനയ ജീവിതത്തിൽ നമ്മുടെ രാജ്യം നൽകുന്ന ഒരു ഏറ്റവും നല്ലൊരു അംഗീകാരം. സന്തോഷം. പൂക്കാലം എന്ന ചിത്രത്തിനാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് വേഷങ്ങൾ ഓരോ സിനിമയിലും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആ പൂക്കാലത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രായമായ ഒരു കഥാപാത്രം. എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത്? അതിന്റെ ഒരു ഹാർഡ് വർക്കൊക്കെ അതിന് കിട്ടിയൊരു അംഗീകാരം കൂടിയാണ്. ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ എല്ലാം ഇത്ര ഒരു പ്രായമുള്ള എന്നിൽ നിന്ന് ഭയങ്കര ഫിസിക്കലി ഒക്കെ ഭയങ്കര മാറ്റം വേണമല്ലോ. അപ്പോൾ അതിനെ കുറച്ച് ബോഡി വെയിറ്റ് കുറച്ചു, കുറച്ച് ഒരു 2 മാസം അതിന് വേണ്ടിയിട്ട്. അത്രേ ഉള്ളല്ലോ. അത് വേറെ വലിയ ഇതൊരു അങ്ങനെയല്ല. നമുക്ക് കിട്ടുന്ന ഒരു അവസരം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു നല്ല കഥാപാത്രത്തിനുള്ള ചെയ്യാനുള്ള അവസരം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇത് മറ്റൊരു ഭാഗ്യം, അതിന് അംഗീകാരം കിട്ടുക എന്നുള്ളത്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് അവരോടാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത്. കാര്യം വെച്ചാൽ ഞാൻ ഇത്രയും നാൾ ഈ അവാർഡുകൾ കിട്ടിയോണ്ടല്ലല്ലോ നമ്മൾ നിന്നത്. പ്രേക്ഷകരുടെ ഇഷ്ടമായിരുന്നു എന്നെ ഈ 50 വർഷവും മലയാള സിനിമയിൽ നിർത്തിയത്. 50 വർഷം ഞാൻ ഒരു 43 വർഷമാണ് ഞാൻ ഫുൾ ടൈം സിനിമയായിരുന്നു. അതിന് ഇടയ്ക്ക് നാടകവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഫുൾ ടൈം സിനിമയിൽ എത്തിയിട്ട് 43 വർഷം 44 വർഷമായി. അപ്പോൾ ഇത്രയും നാളും എന്നെ ഒരിക്കലും മടുപ്പ് തോന്നാതെ എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ കണ്ട് കൈയടിച്ച് എന്നെ നിലനിർത്തിയത് പ്രേക്ഷകരാണ്. ആ നിലനിൽക്കാൻ എനിക്ക് സാധിച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്നെ തേടി ഇങ്ങനെ കഥാപാത്രം വന്നത്. പിന്നെ മറ്റൊരു ഭാഗ്യം, ഇങ്ങനെയൊരു കഥാപാത്രം എനിക്ക് ഓഫർ ചെയ്ത അതിൻ്റെ പ്രൊഡ്യൂസറും അതിൻ്റെ ഡയറക്ടറും അവരോടാണ് എനിക്ക് ആദ്യമായിട്ട് താങ്ക്സ് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ കഥാപാത്രം കിട്ടിയോണ്ടല്ലോ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് എനിക്ക് ഒരു 10 വർഷം മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് കിട്ടിയത്. അത്രേ ഉള്ളൂ. നേരത്തെ തന്നെ ദേശാടനം പോലുള്ള ചിത്രങ്ങളുണ്ട്, നമ്മളൊക്കെ കണ്ടതാണ്. അതിൽ അങ്ങയുടെ അഭിനയമൊക്കെ അന്ന് ഇത്തരത്തിലേക്കുള്ള ഒരു വലിയ പുരസ്കാരമൊക്കെ അങ്ങ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് നിരാശപ്പെട്ടു. ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. പണ്ട് പ്രതീക്ഷിച്ചിരുന്നു. അതിനൊക്കെ മുമ്പ് അതിനൊക്കെ അന്നും ചിലപ്പം കിട്ടുമെന്നൊക്കെ ആൾക്കാർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു. അല്ല, അതുകൊണ്ട് അങ്ങനെ പുരസ്കാരത്തിന് വേണ്ടി അല്ല അഭിനയിക്കുന്നത്. ഈ ഒരു അംഗീകാരം ഒരല്പം വൈകിപ്പോയത് തോന്നുന്നു? ഒരിക്കലുമില്ല. അങ്ങനെയൊന്നുമില്ല. അംഗീകാരങ്ങൾ അതല്ല ഞാൻ പറഞ്ഞു. പ്രേക്ഷകന്റെ അംഗീകാരം ഇങ്ങനെ എന്നെ കൊണ്ടുപോയി ഇവിടം വരെ, ഈ നിമിഷം വരെ എത്തിച്ചു എന്നുള്ളതാണ് ഈ കിട്ടിയ അവാർഡിന്റെ ഏറ്റവും വലിയ പിൻബലം. പ്രേക്ഷകരുടെ അംഗീകാരം തന്നെയാണ് ഏറ്റവും വലുത്. പിന്നെ പ്രേക്ഷകന്റെ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവുമല്ലോ ഈ 43 വർഷത്തിന് ശേഷം ഇവിടെ ഉണ്ടാവുമോ. അപ്പം തന്നെ അങ്ങയ്ക്കൊപ്പം അവാർഡ് വാങ്ങാൻ ലാലേട്ടൻ കൂടി എത്തുന്നുണ്ട്. നമ്മുടെ പിന്നെ വലിയ സന്തോഷം. നമ്മുടെ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ചു ഇത്രയും 40 വർഷമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ തീർച്ചയായിട്ടും ഡിസേർവിംഗ് ആണ്. എല്ലാ മേഖലകളിലും മലയാള സിനിമയ്ക്ക് വേണ്ട എല്ലാ കാലത്തും മലയാള സിനിമയോടൊപ്പം നിന്ന് മലയാള സിനിമ ചൈതന്യം ഉയർത്താൻ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തികളിൽ ഒരാളാണ് ലാല്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അങ്ങക്ക് ഇത് കിട്ടിയത് 100% അർഹനായ ഒരു വ്യക്തിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അങ്ങയുടെ ഇനി പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും? പുതിയതിപ്പോൾ പള്ളിച്ചട്ടമ്പി നിർവ്വഹണം ചെയ്യുന്നുണ്ട്. പിന്നെ ഒറ്റക്കൊമ്പൻ, ആശ, മുർവശി, ജോജു എല്ലാം കൂടി വിടാം. പിന്നെ കുറേ എണ്ണം വരാനുണ്ട്. പെറ്റ് ഡിറ്റക്റ്റീവ്, അനന്തൻകാട്, അങ്ങനെ കുറേ പടങ്ങൾ വരാനുണ്ട്. ഏതാണെങ്കിലും പുതിയ പ്രൊജക്ടുകൾക്കും എല്ലാവിധ ആശംസകളും. ഒരിക്കൽ കൂടി ഇതേപോലെ നമുക്ക് ഒന്നും കൂടി കാണാൻ കഴിയട്ടെ അല്ലേ ഡൽഹിയിൽ? ആയിക്കോട്ടെ. സന്തോഷം. തീർച്ചയായും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. നിരവധി പ്രൊജക്ടുകളുടെ പണിപ്പുരയിൽ കൂടിയാണ് അദ്ദേഹം. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജിജേന്ദ്രനൊപ്പം വിനീത വിജി, 24.